നമസ്കാരം, ഞാൻ ഡോക്ടർ അമ്മു ദിലീപ്. ഞാൻ ഓച്ചിറ പരബ്രഹ്മ ഹോസ്പിറ്റലിലെ ENT കൺസൾട്ടൻ്റ് ആണ്. നമ്മുടെ OPയിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ് പേഷ്യൻസിൻ്റെ ചെവിയിൽ എന്തെങ്കിലും പ്രാണികളൊക്കെ കയറിയിട്ട് അതെടുക്കാൻ വേണ്ടി OPയിൽ വരുന്നത്. അപ്പോൾ ഇത് എടുത്ത് കഴിയുമ്പം എല്ലാവരും ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, ഇത് കയറി കഴിയുമ്പം ഭയങ്കര ഒരു ഇറിറ്റേഷൻ ആയിരിക്കും, അത് പെട്ടെന്നൊന്ന് മാറിക്കിട്ടാൻ എന്താ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക എന്നുള്ളതിനേക്കാൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ആ സമയത്ത് എന്ത് ചെയ്തുകൂടാ എന്നുള്ളത്. പലരും ചെയ്യുന്ന കാര്യമാണ് എന്തെങ്കിലും കയ്യിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ, അല്ലെങ്കിൽ ഇയർബഡ്സ് അല്ലെങ്കിൽ ഈർക്കിൽ സേഫ്റ്റി പിന്നൊക്കെ എടുത്ത് ചെവിയിൽ ഇട്ടിട്ട് ഇതിനെ എടുക്കാൻ ശ്രമിക്കും. അപ്പോൾ അത് കാരണം ചെവിയിൽ കൂടുതൽ മുറിവുകൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. ഈവൻ നമ്മുടെ ചെവിപ്പാട്, അതായത് ഇയർ ഡ്രം വരെ ചിലപ്പോൾ ഇഞ്ചുറി ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ സമയത്ത് ചെവിയിൽ ഒന്നും ഇടാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ചില ആൾക്കാർ വെള്ളം ചൂടാക്കിയിട്ട് അല്ലെങ്കിൽ എണ്ണ ചൂടാക്കിയിട്ടൊക്കെ ചെവിയിൽ ഒഴിക്കുന്നതായിട്ട് കാണാറുണ്ട്. അപ്പം അങ്ങനെയും നമ്മൾ ചൂടാക്കിയിട്ട് ഒരു സാധനവും ചെവിയിൽ ഒഴിക്കാണ്ടിരിക്കുക. പിന്നെ ഈ ഇറിറ്റേഷൻ ഇമ്മീഡിയറ്റ് ആയിട്ട് മാറ്റാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, നമുക്ക് എന്തെങ്കിലും ഒരു ബ്രൈറ്റ് ലൈറ്റ്, ടോർച്ചോ എന്തെങ്കിലും ചെവിയുടെ ആ ഓപ്പണിങ്ങിലോട്ടൊന്ന് അടിച്ചു കൊടുത്താൽ ചിലപ്പോൾ ആ പ്രാണി പുറത്ത് വരാനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷേ ഇത് എപ്പോഴും വർക്കൗട്ട് ആവണം എന്നില്ല. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ തിളപ്പിച്ചാറിച്ച വെള്ളം, അതായത് റൂം ടെമ്പറേച്ചർ, അതായത് നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളം ചെവിയിൽ ഒഴിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഒന്നെങ്കിൽ ഈ പ്രാണി പുറത്തോട്ട് വരും, അല്ലെങ്കിൽ അത് അവിടെ അകത്ത് തന്നെ ഇരുന്ന് ഡെഡ് ആയിക്കോളും. അപ്പോൾ തന്നെ നമുക്ക് ആ ഇറിറ്റേഷൻ നല്ലോണം കുറഞ്ഞു കിട്ടും, പേഷ്യൻ്റ് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് കുറഞ്ഞു കിട്ടും. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഒരു ഡോക്ടറെ കണ്ടിട്ട് ആ ജീവിനെ പുറത്തെടുത്ത് കളയാവുന്നതാണ്. ഇങ്ങനത്തെ കൂടുതൽ ടിപ്സിന് വേണ്ടിയിട്ട് പരബ്രഹ്മ ഹോസ്പിറ്റലിൻ്റെ പേജ് ഫോളോ ചെയ്യാം. താങ്ക് യു.